കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ 7000 കോടി രൂപയുടെ വയനാട് പാക്കേജ്. 2022 മുതൽ എല്ലാ വർഷവും 75 കോടി രൂപ ബജറ്റിൽ ജില്ലയ്ക്കായി വകയിരുത്താം. പദ്ധതികൾ അതേ സാമ്പത്തിക വർഷം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ ഭരണാനുമതി ലഭിച്ച 67 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോഴും പാതി വഴിയിലാണ്. വയനാട് ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ 75 കോടി രൂപ വകയിരുത്തി 16 പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ 5 കോടി രൂപ വരെ ചിലവ് വരുന്ന 11 പദ്ധതികൾക്ക് ജില്ലാ കളക്ടറും ബാക്കി പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരും ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടും. ഭരണാനുമതി ലഭിച്ച എല്ലാ പദ്ധതികളും പ്രാരംഭ ദിശയിൽ തന്നെ തുടരുകയാണ്. ഒരു പദ്ധതി പോലും 50% പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് പ്രധാന വിമർശനം. 7000 കോടി രൂപയുടെ പാക്കേജാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചത്. ധനവകുപ്പ് മന്ത്രി തോമസ് ഐസക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും എല്ലാം വന്നുകൊണ്ട് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം വയനാട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. വയനാട്ടിൽ നിന്ന് നിരന്തരമായി ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്, ചുരം നവീകരണവുമായി ബന്ധപ്പെട്ട്, ബൈപ്പാസ് റോഡുകളുടെ കാര്യങ്ങൾ, ആശുപത്രിയുടെ കാര്യങ്ങൾ, അങ്ങനെ ഇതെല്ലാം ആവശ്യപ്പെട്ടതിനെ ഒറ്റയടിക്ക് പരിഹരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു 7000 കോടി രൂപയുടെ പാക്കേജ്. നിലവിൽ ഏറ്റവും കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത് ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കാൻ ജില്ലയിൽ ഒരു അതോറിറ്റി രൂപീകരിക്കണമെന്ന് പറയുന്ന ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും ജില്ലാ കളക്ടറേറ്റിൽ നിന്നും പോയ കത്തിന് സർക്കാർ മറുപടി പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള നഴ്സിംഗ് കോളേജ് പൂർത്തീകരിക്കാനായത് നേട്ടമാണ്. 10 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. ആദ്യ ബാച്ച് പ്രവേശനം നേടുകയും ചെയ്തു. എയർ സ്ട്രിപ്പിനായുള്ള ഊർജിത ശ്രമങ്ങൾ തുടർന്നു വരികയാണ്. പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച തുരങ്കപാത, കോഫി പാർക്ക് എന്നിവ ഇനിയും അനന്തമായി നീളുന്ന സ്ഥിതിയുമുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.